നിങ്ങൾ എന്തിനെന്തെങ്കിലും ഒരുക്കണത്? ഞാൻ സ്വതേ അഴവുള്ളവനല്ലേ. അമ്മ പറയാറുണ്ട് എന്റെ മീഴകെല്ലാം അരിങ്ങോടൻ അപ്പൂപ്പന്റേതാണ്. സ്വഭാവമെല്ലാം അച്ഛൻ ചന്തു തമ്പുരാന്റെ. ഇനി നേർപ്പങ്ങൾ മാക്കത്തിനെ വിളിക്കും. നേരാങ്ങളെ. എന്താ മാക്കം? എന്റെ നേരാങ്ങള കുന്നത്ത് കൊന്ന പൂത്തതുപോലെ ഇരിക്കുന്നു. രാജപുത്രി കുഞ്ഞിക്കണ്ണി കണ്ടാൽ ആനപ്പുറത്തേറി ജയിക്കാതെ തന്നെ എന്റെ ആങ്ങളേര് കൂടെ എങ്ങ് പോരും. നീ എന്തിനു സംശയിക്കുന്നു? നിന്റെ നാത്തൂനെ കൂട്ടിക്കൊണ്ടുവരാൻ നീയും കൂടെ വരീൻ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ദേവി നാരായണ നമോസ്തുതേ. ആനപ്പോര് തുടങ്ങിയോ? ഇല്ല. ഭാഗ്യം. രാജപുത്രി എവിടെ ഇരിക്കുന്നു? ആണ്ടിരിക്കുന്നു. ഹായ് ഹായ്, അസലായിരിക്കണോ? ഈ ആനപ്പുറത്ത് ഏറാതെ കുട്ടിയെ ബന്ധം വെക്കാൻ എന്താ ഒരു വഴി? തിരുമേനി, രാജപുത്രി ചിരിക്കുന്നു. നമ്മെ നോക്കി ചിരിക്കുന്നോ? പിന്നെ തിരുമേനെ കണ്ടിട്ടല്ലേ ചിരിക്കുന്നത്? ആരാടാ കിടാങ്ങള്? പടച്ചോറുണ്ട് കൊഴുത്ത വല്ല അമ്പലക്കിടാങ്ങളും ആയിരിക്കും. എനിക്കും തോന്നി. എന്നെ അറിയില്ലേ? പഴയ ഉണിക്കോനോർ നായർ. ഓ, നമ്മുടെ ഉണിക്കോനോർ നായർ. വാഴുന്നോർ. കണപരുണി വാഴുന്നോർ. മഹാരാജാവേ, ഈ പോരാളികളെ ഓർക്കുന്നുണ്ടോ? പണ്ടെങ്ങോ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ. ഇത് മരിച്ചുപോയ ആരോമൽ തേജവരുടെ നേർബങ്ങൾ ഉണ്ണിയാഴ്ചയുടെ മകൻ ആരോമലുണ്ണി. ഇത് ആരോമൽ തേജവരുടെ മകൻ തങ്ങപ്പനുണ്ണി. ശത്രു, എന്റെ അച്ഛനെ കൊന്ന ശത്രു. നാം എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു. അത് ചന്തുച്ചേകരുടെ പുത്രൻ തമ്പിക്കുട്ടി. അടുത്തിരിക്കുന്നത് തമ്പിക്കുട്ടിയുടെ സഹോദരി മാക്കം. മഹാരാജാവേ, ആനപ്പോരിന് സമയമായി. നാട്ടാരെ, അംഗച്ഛേകവരെ, കോലോശ്വരി നാട്ടിൽ ജാതിയും മതവും നോക്കാതെ സ്വന്തം പുത്രിയെ മംഗല്യവേദിയിൽ ഇറക്കുന്ന ചരിത്രം നടാടെയാണ്. കാരണം തന്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്യുന്നവൻ ധീരനായിരിക്കണം, പോരാളിയായിരിക്കണം. മത്സരത്തിനുള്ള ആനയെ അമ്പലനടയിലേക്ക് കൊണ്ടുവരൂ.
തിരുമേനി നമുക്ക് പഴയ കൊമ്പന്റെ പുറത്ത് കേറിയാ മതി. നോക്കൂ നമ്മുടെ കൊലക്കൊമ്പനാരെ, ഇവനെ നയിക്കുന്നത് 7 പാപ്പാന്മാരാണെന്ന് ഓർമ്മ വേണം. ഇവന്റെ പുറത്ത് തനിച്ചേറണം. ഈ തൃപ്പങ്കോട്ടപ്പന്റെ കോവിലിന് 3 പ്രദക്ഷിണം വയ്ക്കണം. ജയിക്കുന്നവൻ ആരായിരുന്നാലും ശരി, എന്റെ പ്രിയപുത്രി കുഞ്ഞിക്കന്നിയെയും ഈ പൊന്നമ്പല ദേശവും നാം ദാനം ചെയ്യുന്നതാണ്. ഊരും പേരും പറഞ്ഞ് ആനപ്പുറത്തേറാൻ ധൈര്യമുള്ളവർ വരീൻ, ധൈര്യമുള്ളവർ വരീൻ. ആരുമുണ്ണി, എന്താ വേണ്ടത്? ഇവൻ ഉറുമിയും വാളും പോലെ കയ്യിൽ കിടന്ന് പിടയുന്നവനല്ല. ശരിയാ ആശാനെ, അവന്റെ ഒരു പരിചയ നോട്ടം കണ്ടില്ലേ? തോറ്റ് മാറാപ്പം കെട്ടി വീട്ടിലോട്ട് ചെന്നാണല്ലോ. ശവം പോലും മര്യാദയ്ക്ക് ഉണ്ണിയാർച്ചമ്മ ദഹിപ്പിക്കത്തില്ല. അറിയാൻ കൂട്ടരെ, ശവം പച്ചോളിയിൽ കെട്ടി ഇവിടം മുതൽ അവിടം വരെ വലിപ്പിക്കും. പക്ഷേങ്കിൽ രാജകുമാരിയെ കണ്ടിട്ട് കയ്യങ്കാലം പെരുത്ത് നിൽക്കാനും വേണം. ആരോള്ളി, ഇവൻ 10 പാപ്പാന്മാരെ പപ്പളം പോലെ പിടിച്ചവനാ. ആനപ്പുറത്തേറി ജയിച്ച് രാജകുമാരിയുടെ കഴുത്തിൽ മാലയിടാൻ ധൈര്യമുള്ളവർ വരും.